ഡിസ്പ്ലേയിൽ തെളിഞ്ഞ പേരിൽ അവരൊന്ന് സൂക്ഷിച്ചു നോക്കി. അരുണിമ, താൻ ജന്മം നൽകിയ മൂത്ത മകൾ. കേൾക്കട്ടെ അവൾക്ക് എന്താണ് പറയാനുള്ളതെന്ന്. ബസ് സ്റ്റോപ്പിലെ വെയിറ്റിംഗ് ഷെഡിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കാമെന്ന് കരുതി കോൾ എടുക്കാതെ അവർ വേഗം നടന്ന ഷെഡിലേക്ക് കയറി. സീറ്റിൽ ബാഗ് വെച്ചതിന് ശേഷം ഫോൺ ഓൺ ചെയ്യാൻ നോക്കുമ്പോഴേക്കും കോൾ കട്ടായിരുന്നു. ഒരു സെക്കൻഡ് പോലും കഴിഞ്ഞില്ല അടുത്ത കോൾ വരാൻ. അതോടെ രേണുക വേഗം ഫോൺ എടുത്തു. ഹലോ. വേഗത്തിൽ നടന്നതുകൊണ്ട് ശബ്ദത്തിൽ അല്പം കിതപ്പുണ്ടായിരുന്നു. അമ്മ എവിടെയാണ്? നിങ്ങൾ എന്താ കിതയ്ക്കുന്നത്? അരുണിമയുടെ ചോദ്യത്തിന് മറുപടി പറയാൻ അവർ ഒരു നിമിഷം എടുത്തു. അമ്മ എന്താ ഒന്നും മിണ്ടാത്തത്? നമുക്ക് നേരിട്ട് സംസാരിച്ചാൽ പോരെ? ഞാൻ അങ്ങോട്ടേക്കാണ് വരുന്നത്. അമ്മ എന്തിനാണ് അച്ഛനോട് വഴക്കിട്ടിറങ്ങിയത്? എന്നിട്ട് ആ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ അമ്മയ്ക്ക് എങ്ങനെ മനസ്സ് വന്നു? ഇവിടെ ഞാനും എൻ്റെ ഭർത്താവും തനിച്ചല്ലെന്ന് അമ്മ ഓർക്കണം. അല്ലെങ്കിൽ തന്നെ ഇല്ലാത്ത കേസ് കൊടുത്ത് അച്ഛനെ കുടുക്കിയതല്ലേ അവൾ. കൂട്ടിന് ലോക ചെറ്റത്തരം ചെയ്ത അനിയേട്ടനും. എനിക്കറിയാം എൻ്റെ അച്ഛനെ. അച്ഛൻ ഒരിക്കലും വല്യച്ഛനെ കൊല്ലില്ല. അപ്പോൾ അച്ഛൻ വിളിച്ചെല്ലാം പറഞ്ഞല്ലേ? നന്നായി. അച്ഛനെക്കുറിച്ചുള്ള നിന്റെ ധാരണകളൊന്നും ഞാൻ തിരുത്താൻ വരുന്നില്ല. ഞാൻ അവിടെ നിന്നും ഇറങ്ങി. ഇനി തിരിച്ചൊരു കയറ്റമില്ല. തിരിച്ചു കയറുകയോ കയറാതിരിക്കുകയോ അമ്മയുടെ ഇഷ്ടം. ആ പേരും പറഞ്ഞ് ഇവിടേക്ക് വരരുത്. അല്ലെങ്കിൽ തന്നെ അച്ഛൻ ജയിലിൽ കയറിയപ്പോൾ മനുഷ്യന്റെ തൊലി ഉരിഞ്ഞു പോയതാ. ഇനി നിങ്ങളും കൂടി വന്ന് ഉരിഞ്ഞ തൊലിയിൽ മുളക് തേക്കണ്ട. അവരൊന്ന് നെടുവീർപ്പെട്ടു. ശരി, നിന്റെ അടുത്ത് വരേണ്ടെങ്കിൽ വരണ്ട. ഇനി ഒരുത്തി കൂടി ഉണ്ടല്ലോ, ആരാധ്യ. അവളുടെ അടുത്ത് ചെന്ന് നോക്കട്ടെ. അത് പിന്നെ അമ്മേ, അവളും ഹസ്ബൻഡും മക്കളും കൂടി ഇന്നലെ ഡൽഹിക്ക് പോയി. ഡൽഹിക്കോ? ആര് പറഞ്ഞു? അവളെന്നെ ഇന്നലെ കൂടി വിളിച്ചതാണല്ലോ. അന്നേരമില്ലാത്ത ഒരു ഡൽഹി പോക്ക് പെട്ടെന്നെന്താ? അവർക്ക് ഫാമിലിയായി ഒന്ന് ടൂർ പോകാൻ തോന്നിയിട്ടുണ്ടാവും. എല്ലാ കാര്യവും അമ്മയോട് വിളിച്ചു പറയാൻ പറ്റുമോ? ചുരുക്കത്തിൽ ഞാൻ നിങ്ങളുടെ 2 പേരുടെ അടുത്തേക്കും വരണ്ട എന്ന് അല്ലേ? വരേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അമ്മ ഇപ്പോൾ തൽക്കാലം വീട്ടിലേക്ക് പൊയ്ക്കോ. അച്ഛൻ്റെ കേസിനൊക്കെ ഒരു തീരുമാനമാകട്ടെ. അതിനുശേഷം ഇവിടെയോ ആരാധ്യയുടെ വീട്ടിലോ എവിടെയാണോ വന്നു നിൽക്കാലോ. രേണുകയ്ക്ക് നന്നായി സങ്കടം വന്നു. താൻ പെറ്റു വളർത്തിയ മക്കളാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കൂറ് മുഴുവൻ തന്തയോടാ. അമ്മ എന്താ ഒന്നും പറയാത്തത്? ഫോൺ വച്ചിട്ട് നിന്റെ പണി നോക്കാരണമേ. ഞാൻ നിങ്ങളുടെ 2 പേരുടെയും അരികിലേക്കും വരുന്നില്ല. തിരിച്ച് അയാളുടെ അരികിലേക്ക് പോകുന്നുമില്ല. ജീവിക്കാൻ മാർഗമില്ലെങ്കിൽ ഈ ജീവിതം അവസാനിപ്പിക്കാനും രേണുകയ്ക്കറിയാം. അതും പറഞ്ഞ് രേണുക ആ ഫോൺ വിളി അവസാനിപ്പിച്ചു. മാത്രമല്ല ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ബാഗിലേക്ക് ഇടുകയും ചെയ്തു. അവർ സീറ്റിൽ ഇരുന്നു കൊണ്ട് ബാഗ് എടുത്ത് മടിയിലേക്ക് വെച്ചു. എന്തിനാണ് മക്കളെ കഷ്ടപ്പെട്ട് വളർത്തുന്നത്? തന്റെ ഭാഗം കേൾക്കാൻ പോലും അവർ തയ്യാറായോ? കൊടും ക്രൂരത ചെയ്തെന്ന് അയാൾ തന്നെ സമ്മതിച്ചിരിക്കുന്നു. അങ്ങനെ ഒരാളുടെ കൂടെ അറിഞ്ഞുകൊണ്ട് എങ്ങനെ ജീവിക്കും? കഴിയില്ലിനി അയാളുടെ പാപത്തിന്റെ പങ്ക് പറ്റി ജീവിക്കാൻ. പക്ഷേ ഇനി എങ്ങോട്ട് പോകണമെന്ന് രേണുകയ്ക്ക് ഒരു രൂപവും കിട്ടിയില്ല. ഒരു നിമിഷം അനിരുദ്ധനെ വിളിച്ചാലോ എന്ന് ചിന്തിച്ചെങ്കിലും അടുത്ത നിമിഷം അത് വേണ്ടെന്ന് വെച്ചു. ആരും വേണ്ട ഇനി എനിക്ക് എന്ന് ചിന്തിച്ച നിമിഷം തന്നെ സ്റ്റോപ്പിലേക്ക് ഇരച്ചെത്തിയ ബസ്സിലേക്ക് പെട്ടെന്നൊരു ഉൾപ്രേരണയാൽ അവർ ഓടിക്കയറി. അളകയ്ക്ക് കുടിക്കാനുള്ള ജ്യൂസുമായി മുറിയിലേക്ക് വന്നതാണ് ആമി. എപ്പോഴും ക്ഷീണവും തളർച്ചയും കിടത്തവും മാത്രമേയുള്ളൂ അവൾക്ക്. ആമി ഒത്തിരി നിർബന്ധിച്ചാലേ അളക എന്തെങ്കിലും കഴിക്കൂ. ആദ്യമൊന്നും ജ്യൂസ് കുടിക്കാൻ കൂട്ടാക്കിയില്ലെങ്കിലും പിന്നീട് ഓരോന്ന് പറഞ്ഞ ആമി തന്നെ അത് അവളെ കൊണ്ട് കുടിപ്പിച്ചു. 5 മാസമൊക്കെ കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട മോളെ. ഈ ക്ഷീണമെല്ലാം മാറി നല്ല ഉന്മേഷം വരും. നീ കഴിക്കുന്നതിൽ നിന്നാണ് മക്കൾക്കും കൂടി കിട്ടേണ്ടത്. അതുകൊണ്ട് നല്ല ആഹാരങ്ങൾ കഴിക്കണം. നല്ലത് മാത്രം ചിന്തിക്കണം. എപ്പോഴും ഹാപ്പിയായിട്ടിരിക്കണം. കേട്ടല്ലോ? പറഞ്ഞതിനെല്ലാം അളക തലയാട്ടി. എന്നാൽ എഴുന്നേറ്റ് വാ, നമുക്ക് ഗാർഡനിൽ ചെന്നിരിക്കാം. ആമി അളകയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും അളക ആമിക്കൊപ്പം ഗാർഡനിലേക്ക് നടന്നു. ആമി വന്നതിന് ശേഷം പൂന്തോട്ട പരിചരണം അവൾക്കായിരുന്നു. അതുകൊണ്ട് തന്നെ വിടർന്നു നിൽക്കുന്ന ഒരുപാട് പൂക്കളുടെ സൗരഭ്യം നിറഞ്ഞു നിന്നിരുന്നു ആ ഗാർഡനിൽ. അളക ഓരോ പൂക്കളുടെയും ഭംഗി ആസ്വദിച്ചുകൊണ്ട് ആമിക്കരികിലിരുന്നു. സീത മരിച്ചതിന് ശേഷം അവൾ അറിയുകയായിരുന്നു ഒരമ്മയുടെ സ്നേഹം. പലപ്പോഴും അവൾ സീതയെയും ആമിയെയും തുലനം ചെയ്തു നോക്കും. ആരുടെ തട്ടാണ് താഴുക എന്ന സൂക്ഷ്മ പരിശോധന നടത്തും. എന്നാൽ ഒരു തട്ടിനേക്കാൾ മറ്റേ തട്ടിന് 1 സെന്റിമീറ്റർ പോലും ഉയർച്ച താഴ്ചകൾ ഉണ്ടായില്ല എന്നതാണ് സത്യം. സീതയെക്കുറിച്ച് ഓർത്തതും അവളുടെ കണ്ണുകളിൽ നനവൂറി. ആ നനവ് കണ്ടുകൊണ്ടാണ് ജോൺ അവൾക്കരികിൽ വന്നിരുന്നത്. റബ്ബർ തോട്ടത്തിലെ തൊഴിലാളികൾക്കിടയിൽ നിന്നും വരുന്ന വരവാണ്. എന്തിനാണ് ഭാര്യയെ താൻ എൻ്റെ കുഞ്ഞിനെ കരയിക്കുന്നത്? അളകയുടെ മുടിയിൽ ഒന്ന് തലോടിക്കൊണ്ട് അയാൾ ആമിയുടെ മിഴികളിലേക്ക് നോക്കി.
അപ്പോഴാണ് മകൾ കരഞ്ഞിരുന്നോ എന്ന് ആമി ആശ്ചര്യപ്പെട്ടത്. അമ്മയുടെ കുഞ്ഞ് കരഞ്ഞോ? എന്തിന്? ആമി അളകയെ തനിക്കരികിലേക്ക് ചേർത്തുകൊണ്ട് വേവലാതിയോടെ ചോദിച്ചു. ഞാൻ അമ്മയെ ഓർത്തു. ആരെ? സീതയോ? മോളെ ഒത്തിരി സ്നേഹിച്ചിരുന്നല്ലേ അവൾ? ഇച്ചായ, സത്യം പറഞ്ഞാൽ എനിക്ക് സീതയോട് അസൂയ തോന്നുക. എന്തിന്? നമ്മുടെ കുഞ്ഞിനെ സ്വന്തം എന്ന് കരുതി സ്നേഹിച്ച് വളർത്തിയതിനോ? ആമി കണ്ണുകൾ കൂർപ്പിച്ച് ജോണിനെ നോക്കി. ആ കണ്ണുകളിലെ കുറുമ്പ് കലർന്ന ദേഷ്യം നിറഞ്ഞ പുഞ്ചിരിയാൽ നോക്കിയിരുന്നു ജോൺ. അവരുടെ സംസാരത്തിനിടയിലാണ് ആയുഷിന്റെ കാർ ഏലത്തോട്ടത്തിനിടയിലൂടെ കയറി വന്ന് ബംഗ്ലാവിന്റെ മുറ്റത്ത് നിന്നത്. വർദ്ധിച്ച സന്തോഷത്തോടെ അളക ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. ആമിയും ജോണും പുഞ്ചിരിയോടെ തന്നെയാണ് അതെല്ലാം നോക്കിയിരുന്നത്. എന്നാൽ ആ കാറിൽ നിന്നും ആയുഷിന്റെ ഒപ്പം മറ്റൊരാൾ കൂടി ഇറങ്ങി. അത് മറ്റാരുമായിരുന്നില്ല, രേണുകയായിരുന്നു. ചെറിയമ്മ, അളക അത്ഭുതത്തോടെ വിളിച്ചുകൊണ്ട് എഴുന്നേറ്റു. ആയുഷിന്റെ പിന്നാലെ തല താഴ്ത്തി എന്നതുപോൽ നടന്നു വരുന്ന രേണുകയെ കണ്ട് ആമിയും ജോണും എഴുന്നേറ്റ് നിന്നു. അവരുടെ കയ്യിലെ തുണിസഞ്ചിയിലേക്കും രേണുകയുടെ മുഖത്തേക്കും ആമി മാറി മാറി നോക്കി. അവസാനം ആ മിഴികൾ ആയുഷിന്റെ മുഖത്ത് തങ്ങി നിന്നു, ഒരു ചോദ്യം പോലെ. ആ ചോദ്യം മനസ്സിലാക്കിയതുപോലെ അവൻ ആമിയുടെ മുഖത്ത് നോക്കി കണ്ണു ചിമ്മി കാണിച്ചു. എല്ലാം ഞാൻ പിന്നെ പറയാം എന്നൊരു ഭാവം അവന്റെ മുഖത്ത് നിഴലിച്ചിരുന്നു. അത് മനസ്സിലാക്കിയതിനാൽ ആമി അവനോടൊന്നും ചോദിച്ചില്ല. പിന്നിൽ വരുന്ന രേണുകയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വരൂ എന്ന് പറഞ്ഞ ആമി മുന്നോട്ട് നടന്നു. രേണുക തൻ്റെ കയ്യിലേക്കും ആമിയുടെ മുഖത്തേക്കും മാറി മാറി നോക്കി. ഞാൻ പിന്നെ... വാക്കുകൾ അവരുടെ തൊണ്ടക്കുഴിയിൽ നിന്നും പുറത്തു വരാൻ മടിച്ചു. ഇപ്പോൾ അകത്തേക്ക് വരൂ, വല്ലതും കഴിച്ചിട്ട് സംസാരിക്കാം. അവർ അളകയുടെ മിഴികളിലേക്ക് നോക്കി. അവിടെ എന്തൊക്കെയോ മനസ്സിലായ ഭാവമാണ്. രേണുക ആമിയുടെ കയ്യിൽ നിന്നും കൈയെടുത്ത് അളകയുടെ തോളിൽ വച്ചു. ചെറിയച്ഛൻ ഇറങ്ങി അല്ലേ? പതിഞ്ഞതും കടുത്തതുമായ സ്വരത്തിൽ അളക ചോദിച്ചു. അവർ നേരിയ സ്വരത്തിൽ മൂളി. ഇനി തിരിച്ചൊരു പോക്കുണ്ടോ ചെറിയമ്മേ? അവൾ വീണ്ടും പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. ഇനി ഒരു മടക്കം വേണ്ടെന്ന് മനസ്സ് പറയുന്നു. ദൈവം വേണമെന്ന് തീരുമാനിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഇനി ചെറിയമ്മ ഒന്നും പറയണ്ട. ബാക്കിയെല്ലാം പറയാതെ തന്നെ ഊഹിച്ചെടുക്കാൻ എനിക്ക് കഴിയും. ഈ വീട്ടിൽ നിന്നും ചെറിയമ്മയെ ആരും ഇറക്കിവിടില്ല. അത് ഞാൻ ചെറിയമ്മയ്ക്ക് തരുന്ന വാക്കാ. ആ നിമിഷം രേണുകയുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. പെറ്റിട്ട മക്കൾക്കില്ലാത്ത സ്നേഹമാണ് സ്വന്തം ഭർത്താവിനാൽ ക്രൂശിക്കപ്പെട്ടവൾ തൻ്റെ നേർക്ക് നീട്ടുന്നത്. ആമി രേണുകയ്ക്ക് ഒരു മുറി ഒരുക്കി കൊടുത്തു. ആദ്യം രേണുക വിശ്രമിക്കൂ, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. രേണുക മുറിക്കുള്ളിൽ കടന്നതും ആമി ഡോർ പുറത്തു നിന്നും ചാരി. അവർ ബാഗിൽ നിന്നും മാറ്റിയിടാനുള്ള ഡ്രസ്സ് എടുത്തതിന് ശേഷം ബാഗ് ഷെൽഫിനുള്ളിലേക്ക് വച്ചു. അതിനുശേഷം ഡ്രസ്സുമായി വാഷ്റൂമിനുള്ളിലേക്ക് കയറി. ഷവറിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോഴെല്ലാം അവരുടെ മനസ്സിൽ കഴിഞ്ഞു പോയ നിമിഷങ്ങളായിരുന്നു. ടൗണിൽ ചെന്ന് ബസ് ഇറങ്ങുമ്പോൾ ലക്ഷ്യം അനിയത്തിയുടെ വീടായിരുന്നു. ബസ് സ്റ്റാൻഡിൽ നിന്നും കുറച്ച് മാറി മറ്റൊരു ചെറിയ ബസ് സ്റ്റാൻഡുണ്ട്. അവിടെയാണ് അനിയത്തിയുടെ വീട്ടിലേക്ക് പോകാനുള്ള ബസ്സുകൾ നിർത്തിയിട്ടിരിക്കുന്നത്. ആ സ്റ്റാൻഡിലേക്ക് 10 മിനിറ്റ് നേരം നടക്കണമായിരുന്നു. അവിടേക്ക് നടക്കുമ്പോഴാണ് പെട്ടെന്നൊരു കാർ വന്ന് മുന്നിൽ നിൽക്കുന്നത്. ചെറിയമ്മ എന്താ ഇവിടെ എന്ന് ചോദ്യം കേട്ടപ്പോഴാണ് പകച്ച് കാറിനുള്ളിലേക്ക് നോക്കിയത്. പെട്ടെന്നൊരു ഉത്തരം പറയാൻ ആ സമയത്ത് കിട്ടിയില്ല. എൻ്റെ നിൽപ്പും ഭാവവും കണ്ടപ്പോൾ ആയുഷിൻ്റെ മനസ്സിൽ സംശയം തോന്നിയിരിക്കാം. വിനയൻ വീട്ടിലെത്തിയല്ലേ? ആ ചോദ്യത്തിന് താനൊന്ന് പകച്ചുപോയി എന്നത് സത്യമാണ്. കാരണം അയാളെ വിനയനെന്നും തന്നെ ചെറിയമ്മയെന്നും സംബോധന ചെയ്തതു തന്നെ. അയാളുള്ളിടത്ത് ഇനി ഞാൻ നിൽക്കില്ല കുഞ്ഞെ, അതുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി. ഈ പോക്ക് എവിടേക്കാണ്? അനിയത്തിയുടെ വീട്ടിലേക്ക്. അതിനേക്കാൾ നല്ലത് മക്കളുടെ അടുത്തേക്ക് പോകുന്നതല്ലേ. കാറിൽ കയറിക്കോളൂ, ഞാൻ കൊണ്ടാക്കി തരാം. വേണ്ട കുഞ്ഞെ, അവർക്കൊക്കെ ഞാനൊരു ഭാരമാകും. എന്തിനാ വെറുതെ? അത് പറയുമ്പോൾ സങ്കടം കൊണ്ട് അവരുടെ തല താഴ്ന്നിരുന്നു. അവർ പറഞ്ഞു അങ്ങനെ. ആ ചോദ്യത്തിന് രേണുകയിൽ നിന്നും മറുപടി ഉണ്ടായില്ല. അവർ പറഞ്ഞില്ലെങ്കിലും മറുപടി എന്തായിരിക്കുമെന്ന് ആയുഷ് മനസ്സിൽ ഉറപ്പിച്ചു. മക്കൾ സ്വീകരിക്കാത്തടത്ത് അനുജത്തി സ്വീകരിക്കുമെന്ന് ചെറിയമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അതിനും അവരുടെ കയ്യിൽ മറുപടിയില്ലായിരുന്നു. എന്തായാലും ചെറിയമ്മ കാറിൽ കയറൂ, സേഫായ ഒരിടം ഞാൻ കാണിച്ചു തരാം. മനസ്സില്ലാ മനസ്സോടെയാണ് അവർ ആ കാറിൽ കയറിയത്. ഇനിയുള്ള തൻ്റെ ജീവിതം എന്താകുമെന്ന ഉത്കണ്ഠ അന്നേരം അവരുടെ മുഖത്ത് നിഴലിച്ചിരുന്നു. ഇവിടെ എത്തിയ അളകയുടെ മുഖം കണ്ടപ്പോഴാണ് തൻ്റെ മനസ്സിൽ ഒരു കുളിർ കാറ്റ് വീശിയതെന്ന് രേണുക ഓർത്തു. കുളിച്ചിറങ്ങി ഒരു കോട്ടൺ സാരി ചുറ്റി വന്നപ്പോഴേക്കും ആയുഷ് കാര്യങ്ങളെല്ലാം അളകയോടും മാമിയോടും പറഞ്ഞു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് അവരാരും രേണുകയോട് ഒന്നും ചോദിച്ചില്ല.
1-2 ദിവസത്തേക്ക് അവരുടെയൊക്കെ മുഖത്തേക്ക് നോക്കാൻ വല്ലാത്തൊരു ചമ്മൽ തോന്നിയെങ്കിലും ആമിയുടെ പെരുമാറ്റം കൊണ്ട് അവരിലെ അപകർഷതാബോധം പടിയിറങ്ങിപ്പോയി. പതിയെ പതിയെ അവരിൽ ഒരാളായി മാറിക്കഴിഞ്ഞു രേണുക. വിനയന്റെ വീട്ടിൽ വിനയൻ തനിച്ചാണ് താമസം. ഭക്ഷണം ഉണ്ടാക്കുന്നതും അയാൾ തന്നെ. അടുത്തുള്ളവരൊന്നും അയാളെ തീരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. വഴിയിൽ വെച്ച് ആരെങ്കിലും കണ്ടാൽ തന്നെ വഴിമാറിപ്പോവുകയാണ് പതിവ്. ചേട്ടനെ കൊന്നവനെന്ന ഖ്യാതി ആ നാട് മുഴുവൻ പരന്നു കഴിഞ്ഞിരുന്നു. തനിക്കിനി ഈ നാട്ടിൽ പഴയ വിനയനായി നടക്കാൻ കഴിയില്ലെന്ന് അയാൾ ഇതിനകം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. അളകയും ആയുഷും ചേർന്നാണ് തന്നെ ഇത്തരത്തിലാക്കിയതെന്ന് അയാൾ വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ അവരെ നല്ല രീതിയിൽ ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് അയാൾ മനസ്സിൽ ഉഗ്രപ്രതിജ്ഞയെടുത്തു. ആജീവനാന്തം ജയിലിൽ കഴിഞ്ഞാലും ഇനി തൂക്കുകയർ തന്നെ കോടതി തനിക്ക് വിധിച്ചാലും തനിക്ക് പ്രശ്നമില്ല. അതിനു മുൻപ് അവരുടെ ജീവിതം ഞാൻ തകർത്തിരിക്കും. അവൾ ഗർഭിണിയാണത്രേ, അതും ഇരട്ടക്കുട്ടികൾ. അവളുടെ പ്രസവം ഞാൻ നടത്തും. ആ ചോരക്കുട്ടികൾ പുറം ലോകം കാണുന്നത് ഞാനൊന്ന് കാണട്ടെ. അയാളുടെ ചുണ്ടിൽ ഉന്മാദം നിറഞ്ഞ ഒരു ചിരി വിടർന്നു. തന്റെ സ്വപ്നങ്ങളെയെല്ലാം തകർത്തവളെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അയാൾ നിശ്ചയിച്ച് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആ സ്ക്രിപ്റ്റിന്റെ സൂത്രധാരൻ പാർത്ഥസാരഥിയായിരുന്നു. അയാൾ ജയിലിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം സ്വന്തം വീട്ടിലേക്ക് പോയിട്ടില്ല. ഭാര്യയുമായി അയാൾക്ക് യാതൊരു വിധത്തിലുള്ള കോണ്ടാക്റ്റും ഉണ്ടായിരുന്നില്ല. വിനയനുമായി സംസാരിക്കാൻ പാർത്ഥസാരഥി ഒരു ഫോൺ നൽകിയിരുന്നു. പാർത്ഥസാരഥിയുടെ കയ്യിലുള്ള ഫോണിന്റെ സിം കാർഡും വിനയന്റെ കയ്യിലുള്ള ഫോണിന്റെ സിം കാർഡും വേറെ ആരുടെയൊക്കെയോ പേരുകളിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ലക്ഷ്യത്തെക്കുറിച്ച് ആർക്കും കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നില്ല. തനിക്ക് വേണ്ടി കളമൊരുങ്ങുന്നതറിയാതെ ജനിക്കാൻ പോകുന്ന തന്റെ പൊന്നോമനകളെ സ്വപ്നം കണ്ട് അളക ദിവസങ്ങൾ ഓരോന്നും കഴിച്ചുകൂട്ടി. വേണുവും ജോലിയും ഇടയ്ക്കിടയ്ക്ക് ക്ഷേമം അന്വേഷിക്കുന്നതിനായി അവിടെ എത്തുമായിരുന്നു. എന്തു പറഞ്ഞാലും പെട്ടെന്ന് ദേഷ്യം വരുന്ന ജോലി എവിടെയോ അപ്രത്യക്ഷമായിരിക്കുന്നു. അവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ സ്നേഹനിർഭരമായ നിമിഷങ്ങളാണിപ്പോൾ. അളക ഇപ്പോൾ ജോലിയെ കാണുമ്പോഴെല്ലാം അവളുടെ മുഖത്ത് വിടർന്നു നിൽക്കുന്ന പുഞ്ചിരി കണ്ട് അത്ഭുതപ്പെടാറുണ്ട്. കാരണം ജോലിയിലെ ഈ മാറ്റം അവൾക്ക് അന്യമാണ്. എന്നാൽ ഇമ്മാനുവലിനും കുടുംബത്തിനും നേരെ മറിച്ചായിരുന്നു അവസ്ഥ. പണ്ടെങ്ങോ നഷ്ടപ്പെട്ടു പോയ ജോലിയെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണവർ. അലക്സ് മരിച്ചതിന് ശേഷം ജോലിയിൽ പ്രകടമായ മാറ്റമായിരുന്നു ദേഷ്യം. തളർന്നു പോയ അവൾ ഉയർത്തെഴുന്നേറ്റത് ദേഷ്യഭാവത്തിലാണ്. ആ ദേഷ്യഭാവത്തിനാണ് വേണുവിനെ വിവാഹം കഴിച്ചതിനാൽ തിരശ്ശീല വീണത്. അളകയ്ക്ക് ഇത് 5-ാം മാസമാണ്. എല്ലാ മാസവും അവളെ ചെക്കപ്പിന് കൊണ്ടുപോകുന്നത് ആയുഷാണ്. 2 മാസമായി അവരുടെ കൂടെ രേണുകയുമുണ്ടാകും. ഇന്നും പതിവ് പോലെ അളകയെയും കൂട്ടി ആയുഷ് ഹോസ്പിറ്റലിലെത്തി. ഒപ്പം രേണുകയും. സ്കാനിംഗ് റിപ്പോർട്ട് കണ്ടപ്പോൾ തന്നെ എലിസബത്തിന്റെ മുഖം തെളിഞ്ഞു. ഇനി ഒന്നും പേടിക്കാനില്ല ആയുഷ്, മരുന്നുകൊണ്ട് തന്നെ എല്ലാം റെഡിയായി. കുട്ടികളുടെ കിടപ്പ് ഇപ്പോൾ നോർമലാണ്. ഡെലിവറി നോർമലാകുമോ എന്ന കാര്യത്തിൽ ഞാൻ ഉറപ്പു പറയില്ല. എങ്കിലും മുന്നത്തേക്കാൾ ബെറ്ററാണ് ഇപ്പോൾ ആരോഗ്യം. ഇനി ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നത് കൊണ്ട് ഒന്നും പ്രശ്നമില്ല. ചൂലുകൊണ്ട് അധികം കുനിയാതെ അടിച്ചു വാരുന്നത് നല്ലതാണ്. ഞാൻ മെഡിസിൻ എഴുതാം, പറയുന്നത് പോലെ കഴിക്കണം. എലിസബത്ത് അളകയുടെ മുഖത്ത് നോക്കി പറഞ്ഞതും അവൾ സമ്മതഭാവത്തിൽ തലയാട്ടി. അളകയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലാത്തതിനാൽ പിറ്റേ ദിവസം തന്നെ ആയുഷ് അവളെ വലിയ മംഗലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കൂടെ രേണുകയെയും വരാൻ നിർബന്ധിച്ചുവെങ്കിലും രേണുക അവരുടെ കൂടെ പോകാൻ തയ്യാറായില്ല. എന്നാൽ വേണു അവരെ നിർബന്ധിച്ച് അവന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അളക ഡെലിവറിക്കായി തിരിച്ചു വരുമ്പോൾ രേണുകയെ കൊണ്ടുവന്നാക്കി തരാമെന്ന് വേണു ആയുഷിനും അളകയ്ക്കും വാക്കുകൊടുത്തു. അളക വലിയ മംഗലത്തെത്തുമ്പോൾ അവിടെ പൂജയുമുണ്ടായിരുന്നു. വേണുവിന്റെ കല്യാണത്തിന് കണ്ടുപിരിഞ്ഞതിന് ശേഷം അവർ തമ്മിൽ ആദ്യമായി കാണുകയാണ്. പരസ്പരം ഒത്തിരി വിശേഷങ്ങൾ പറയാനുണ്ട് രണ്ടുപേർക്കും. അളക തിരിച്ചു വന്നത് ദത്തനും ഇന്ദിരയ്ക്കും ഒത്തിരി ആശ്വാസം നൽകി. ഏകാന്തതയിൽ നിന്നും ഒരു മോചനമായിരുന്നു അവർക്കളക. വളരെ സന്തോഷത്തോടെ ആയുഷിന്റെയും അളകയുടെയും ജീവിതം മുന്നോട്ട് നീങ്ങുകയാണ്. തങ്ങൾക്ക് മുൻപിൽ ആരൊക്കെയോ ചപ്പിലകൾ കൂട്ടിവെച്ച് ചതിക്കുഴി തീർക്കുന്നുണ്ടെന്ന് അറിയാതെ. പാർത്ഥസാരഥിയുടെ രഹസ്യ സങ്കേതത്തിൽ സംഗമിച്ചിരിക്കുകയാണ് വിനയനും വേറെ 2 പേരും. ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചയിലാണവർ. ചർച്ച ചെയ്യുന്നതിനിടയ്ക്ക് പലവട്ടം പാർത്ഥസാരഥി ഫോണെടുത്ത് ആരെയോ വിളിക്കുന്നുണ്ട്. അപ്പുറത്തു നിന്നും കേൾക്കുന്ന വാക്കുകൾക്ക് കനത്തിൽ മൂളുന്നുമുണ്ട്. എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം. എന്നിട്ട് വേണം വരച്ചു വച്ച സ്കെച്ച് ഒന്നുകൂടെ പരിശോധിക്കാൻ. നമുക്ക് മുന്നിൽ ഇനി ദിവസങ്ങളില്ല. അപ്പുറത്തു നിന്നുള്ള മറുപടി എന്താണെന്ന് അവിടെ ഇരിക്കുന്നവർക്ക് മനസ്സിലായില്ലെങ്കിലും പാർത്ഥസാരഥിയുടെ മൂളലിൽ കക്ഷി എത്താറായിരിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലായി. അവർ വീണ്ടും ചർച്ചകളിൽ മുഴുകവേ അടഞ്ഞുകിടക്കുന്ന വാതിൽ തുറന്ന് ഒരാൾ അകത്തേക്ക് കടന്നു വന്നു. ആ വരുന്നവനെ കണ്ട് വിനയന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. ആദിത്യൻ, ആദി. വിനയന്റെ മുഖഭാവം കണ്ടതും പാർത്ഥസാരഥി ആർത്തലച്ചു ചിരിച്ചു. കണ്ണടച്ചേക്ക് വിനയ, അല്ലെങ്കിൽ കണ്ണു തള്ളി പുറത്തു വരും. നീ സംശയിക്കേണ്ട, ഇതെന്റെ മകൻ തന്നെ, ആദിത്യൻ.
അവനെ ശത്രുവിന്റെ പാളയത്തിലേക്ക് ഇട്ടുകൊടുത്തത് ഞാനാണ്. ആയുഷ് എന്ന പുലിക്കുട്ടിക്ക് ഒരു സംശയത്തിന് പോലും ഇട കൊടുക്കാതെ ഞാൻ കൊടുത്ത ജോലി എൻ്റെ മകൻ ഉത്തരവാദിത്വത്തോടെ തീർത്തു തന്നിരിക്കുന്നു. പൊട്ടിച്ചിരിച്ചുകൊണ്ട് പാർത്ഥസാരഥി എഴുന്നേറ്റ് ആദിയെ ആലിംഗനം ചെയ്തു. അച്ഛാ എന്ന വിളിയോടെ ആദി അയാളുടെ ചുമലിലേക്ക് പതിയെ തലവച്ചു.